ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 2 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 2.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k if x minus 1 is a factor of p of x in each of the following. താഴെ തന്നിരിക്കുന്ന ഓരോ പോളിനോമിയലിൻ്റെയും ഫാക്ടറാണ് x minus 1 എങ്കിൽ കെയുടെ വില കാണാനാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോന്നിലും കെയുടെ വില കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ ടേക്ക് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ആദ്യം നമ്മൾ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും, എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി തൊട്ട് മുമ്പത്തെ ചോദ്യത്തിലൊക്കെ നമ്മളോട് പറഞ്ഞത് എക്സ് മൈനസ് 1 ഫാക്ടർ ആണോ ചെക്ക് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഫാക്ടർ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്തത്? ഈ എക്സിൻ്റെ വാല്യൂ ആ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സിൻ്റെ വാല്യൂ ആ പോളിനോമിയൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. ഇനി 0 അല്ല, വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഫാക്ടർ അല്ല എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ അതിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ, കാരണം ഇത് ഫാക്ടറാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും, കാരണം എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഞാൻ എക്സിന് വാല്യൂ എടുക്കാൻ പോവാണേ. അപ്പോൾ എങ്ങനെ വരും? 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. 1 പ്ലസ് 1 എത്രയാണ്? 2. അപ്പോൾ 2 പ്ലസ് കെ ഈക്വൽ ടു 0. ഇനി ഇവിടെ നിന്ന് ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക? പ്ലസ് എന്താകും? നെഗറ്റീവ് ആകും. സോ കെ ഈക്വൽ ടു -2. അപ്പോൾ ഒന്നാമത്തെ പോളിനോമിയലിൽ കെയുടെ വാല്യൂ എത്രയാണ്? -2 ആണ്. കെക്ക് -2 എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫാക്ടർ ആവും. ഓക്കെ, രണ്ടാമത്തത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് √2 എന്നാണ്. ഇവിടെ അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 1 നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് √2 എന്ന് വരും. 1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ 2 ഇൻറ്റു 1 2 ആണ്. കെ ഇൻറ്റു 1 കെ ആണ് പ്ലസ് √2. ഇവിടെ കെനെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 2 മൈനസ് ആവും, √2 മൈനസ് ആവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രണ്ടും ഒരു മൈനസിനെ പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി ഇനി ആരൊക്കെ ഉണ്ടാവും? ഇവിടുന്ന് മൈനസ് പോയാൽ ഒരു 2 ഉണ്ടാവും, ഇവിടുന്ന് മൈനസ് പോയാൽ ഒരു പ്ലസ് √2 ഉണ്ടാവും. അപ്പോൾ കെ ഈക്വൽ ടു -2 പ്ലസ് √2 എന്ന് വരും. ദെൻ തേർഡ് വൺ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ മൈനസ് √2x പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 എടുത്തിട്ട് നമ്മൾ വാല്യൂ ചെയ്യാൻ പോവാണ്. കെ ഇൻറ്റു 1 സ്ക്വയർ മൈനസ് √2 ഇൻറ്റു 1 പ്ലസ് 1. കെ 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ കെ ഇൻറ്റു 1 കെ മൈനസ് √2 ഇൻറ്റു 1 √2 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ കെനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറം കൊണ്ടുവരാം. -√2 ഇപ്പുറം വരുമ്പോൾ പ്ലസ് √2 ആവും, പ്ലസ് 1 ഇപ്പുറം വരുമ്പോൾ -1 ആവും. അപ്പോൾ കെ ഈക്വൽ ടു √2 മൈനസ് 1 എന്ന് കിട്ടും. അടുത്ത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് കെ എന്നാണ്. വാല്യൂ കൊടുക്കുക നമ്മൾ. കെ ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് കെ എന്നായി. 1ൻ്റെ സ്ക്വയർ 1 ആണ്. കെ ഇൻറ്റു 1 എത്രയാണ്? കെ. -3 ഇൻറ്റു 1 -3 പ്ലസ് കെ. കെയും കെയും കൂട്ടുമ്പോൾ 2k മൈനസ് 3 ഈക്വൽ ടു 0 എന്നാവും. ഈ -3നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് 3 ആവും. 2k ഈക്വൽ ടു 3, കെ ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ 3/2 എന്ന് കിട്ടും.